ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവവചനമായി നിങ്ങളോടൊപ്പമായിരിക്കും. കർത്താവ് അടിയനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവെങ്കിൽ പോകുവാനായിട്ട് വിശുദ്ധിയിൽ ജീവിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയുള്ളൂ. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുമ്പോൾ ഏത് ശരീരത്തിലാണ്, എപ്രകാരമാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡ് മുതൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും പല പ്രയാസങ്ങളും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പല പ്രിയപ്പെട്ടവരും എന്നെ വിളിക്കാറുണ്ട്. അവർ ശരിക്കും നേരോടെയും വിശുദ്ധിയോടെയും വിശ്വസത്തോടെയൊക്കെ നിൽക്കുന്നു. എന്നിട്ടും ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്ന് ഭവിക്കുന്നല്ലോ എന്നുള്ള വിഷയങ്ങൾ പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ പറയുന്നത് കൊണ്ട് അവരെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, കാരണം ഈ പൗരുഷം തന്നെ 24 മണിക്കൂർ ഇത് തന്നെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്, പല ദൈവമക്കളും ഉണ്ടല്ലോ. എനിക്കത് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ വിഷമങ്ങളും ഭാരങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിലൂടെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് പോലെയുള്ള അനുഭവത്തിലൂടെ നിങ്ങൾ പോകുന്നു. നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. പക്ഷേ അതൊക്കെ ദൈവമക്കളെ, നിങ്ങൾ ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ദൈവമക്കളും, ദൈവദാസന്മാരുടെ ദൈവമക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ് എന്നൊരു ചിന്ത ഉണ്ടായിരിക്കണം. റോമാലേഖനം 8:28 കഴിഞ്ഞ അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും സകലത് നന്മയ്ക്കായി കൂടിയാണ് വ്യാപരിക്കുന്നത്. പലപ്പോഴും നമുക്കത് അറിയാൻ കഴിയുന്നില്ലെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 9 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ റോമിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രാ മധ്യത്തിൽ ദൈവമാണ് തന്നോട് പറഞ്ഞു, നീ റോമിലെത്തും, റോമിൽ എന്നെ സാക്ഷീകരിക്കും എന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം തനിക്കുണ്ട്. അങ്ങനെ വാഗ്ദത്ത പ്രകാരമാണ് താൻ പോകുന്നതെങ്കിലും ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ മരണത്തെ മുഖാമുഖം കാണുന്നതായിട്ട് ഉള്ള സന്ദർഭമാണ്. അപ്പോൾ മരണഭയത്തിലായി പോകുന്നതുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം പലപ്പോഴും ഒരു ചോദ്യചിഹ്നം പോലെ ആകാറുണ്ട്. എന്നാൽ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിവർത്തിക്കും. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ നോക്കുക, അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന് 9 മുതൽ വാക്യങ്ങൾ. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പ് കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. ഈ പ്രബോധിപ്പിക്കുന്ന ആള് ദൈവദാസനാണെന്ന് തനിക്കറിയാം. എന്നാൽ ഈ ദൈവത്തെയോ ഈ പൗലോസിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചൊന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല. യേശുക്രിസ്തുവിനെ ഈ ലോകം അറിഞ്ഞില്ല. അറിയാഞ്ഞതുകൊണ്ടാണ് ലോകം യേശുവിനെ ക്രൂശിച്ചത്. അതുപോലെ യേശുക്രിസ്തുവിനെ പറഞ്ഞുകൊണ്ട് ലോകം എന്നെ അറിയാത്തതുകൊണ്ട് നിങ്ങളെയും ലോകം അറിയുകയില്ല, ലോകത്തിന് അറിയത്തില്ല. അതുകൊണ്ട് പൗലോസിന്റെ വാക്കിനൊന്നും അവർ യാതൊരു വിലയും കൽപ്പിച്ചില്ല. പൗലോസിനെ ഒരു കുറ്റവാളിയായിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു കുറ്റവാളിയെ പോലെയാണ് താൻ ഈ കപ്പലിലുള്ളത്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ ശ്രദ്ധിക്കണേ, പൗലോസ് പറഞ്ഞ വാക്ക് അവര് മുഖവിലക്കെടുത്തില്ല. പൗലോസ് പ്രബോധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശതാധിപൻ പറയുകയാണ്, ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമയുടെയും വാക്ക് അധികം വിശ്വസിച്ചു. അപ്പോൾ കപ്പലിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ്, അതൊന്നും നിങ്ങൾ ചെവി കൊടുക്കണ്ട. കപ്പലിൽ ഒരുത്തനെ പിടിച്ചു കൊണ്ടുപോവുക, ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരുത്തൻ സംസാരിക്കുമ്പോൾ അതിനൊന്നും അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട. കപ്പലിൻ്റെ ഉടമസ്ഥൻ ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രമല്ല, കപ്പിത്താൻ ഉണ്ടല്ലോ, ക്യാപ്റ്റൻ ഉണ്ട്, മാലുമി ഉണ്ടല്ലോ, അവർ പറയുന്നത് കേട്ടാൽ മതി, ഇതൊന്നും കേൾക്കണ്ട. പലപ്പോഴും ദൈവദാസന്മാർ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ അനേകരുണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും എനിക്കറിയാം. കർത്താവിൻ്റെ ദാസന്മാരെ, നിങ്ങളുടെ വാക്ക് ചിലപ്പോൾ ചിലർ കേൾക്കത്തില്ല. പക്ഷേ ഒടുവിൽ നിങ്ങളുടെ വാക്ക് കേൾക്കേണ്ട സാഹചര്യത്തിലേക്ക് ദൈവം കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. ഈ 2020 അങ്ങനെയുള്ള വർഷമാണെന്നുള്ള കാര്യം ദൈവമക്കളെ നിങ്ങൾ ഓർത്തുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന പൊയ്നിക്ക എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്കപേരും ആലോചന പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യവും
കപ്പലിന്റെ ഉടമസ്ഥൻ പറഞ്ഞ കാര്യം മാത്രമല്ല, മറ്റു പല ആൾക്കാരുണ്ടല്ലോ ഇതിനകത്ത്, പടയാളികളുണ്ട്, മറ്റു പലരും ഉണ്ട്, എല്ലാവരും പറഞ്ഞു. അപ്പോൾ മാത്രമല്ല, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ഓടി. കണ്ടോ? അപ്പോൾ തെക്കൻ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ദൈവദാസൻ ഒരു കാര്യം പറയുമ്പോൾ, ദൈവാത്മാവിൽ അത് പറയുമ്പോൾ അത് അനുസരിക്കാതെ അതിന് വിരുദ്ധമായി പോയി കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. 14-ാം വാക്യത്തിൽ, കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ച് കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണൽത്തട്ടിന്മേൽ അകപ്പെടും എന്ന് പേടിച്ച് പായിറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിലിട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ പൗലോസ് ഉൾപ്പെടെ. ദൈവം വാക്ക് പറഞ്ഞതാണ് നിന്നെ റോമയിൽ എത്തിക്കുമെന്ന്. ദൈവത്തിന്റെ വാഗ്ദത്തം പൗലോസിന് മേലുണ്ട്. പക്ഷേ ഇപ്പൊ കൊടുങ്കാറ്റടിച്ചപ്പോൾ പൗലോസ് പോലും ചിന്തിക്കുകയാണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഞാൻ ഇവരോട് പറഞ്ഞതാണ് കപ്പൽ ഇവിടെ നീക്കല്ലെന്ന് പറയും. പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല, അവരനുസരിച്ചില്ല. അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതം പോയി എന്ന് പേടിച്ച് ഭാരപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നത് ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയം ഒക്കെയും അറ്റുപോയി. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം, പട്ടിണിയും കിടന്നു, ആഹാരം കഴിക്കാൻ മരണമല്ലേ മുന്നിൽ കാണുമ്പോൾ പിന്നെ ആഹാരം കഴിക്കാൻ ആർക്കാ താല്പര്യം? പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്നും നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ. ദൈവദാസന്മാരുടെ വാക്ക് കേൾക്കാതെ പോകുമ്പോൾ ചിലപ്പോൾ പ്രയാസപ്പെടും. പക്ഷെ ദൈവദാസന്മാർ ഒരു കാര്യം ഓർക്കുക, നിന്റെ വാക്ക് കേട്ടില്ലെന്ന് പറഞ്ഞാലും അതിനപ്പുറത്ത് ദൈവത്തിന് വേറൊരു പദ്ധതിയുണ്ട്. യെസ്, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നിന്റെ വാക്ക് ചിലപ്പോൾ വിശ്വാസികൾ കേട്ടില്ലെന്ന് വരും, ചിലപ്പോൾ നിന്റെ പ്രിയപ്പെട്ടവർ കേട്ടില്ലെന്ന് വരും. പക്ഷെ ദൈവത്തിന് നിന്നെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും പദ്ധതികളുണ്ടെന്നേ. ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും അനുസരിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയും, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പിൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്. പൗലോസിന് ഭയം ഉണ്ടായിരുന്നു, മരിച്ചു പോകുന്നുള്ള പ്രാണഭയത്തിലായ വ്യക്തിയാണ്. ഇപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറയാണ്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പൗലോസിനോട് കൂടെ ഈ കപ്പലിനകത്ത് യാത്ര ചെയ്യുന്ന എല്ലാവരെയും ദൈവം ദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആർക്കും ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനോ രക്ഷപ്പെട്ടു പോകാനോ കഴിയത്തില്ല. ഇതെല്ലാം ദൈവം പൗലോസിന്റെ കൈ കൊടുത്തിരിക്കുക. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥയാണ് ദൈവദാസന്മാർക്ക് ദൈവം കൊടുക്കുന്നത്. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. താൻ പ്രവാചകനായതുകൊണ്ട് പറയുകയാണ്, എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു. ഇതെല്ലാം പ്രവചിച്ച് പറയുക. അപ്പോൾ ഇതെല്ലാം ശതാധിപൻ കേൾക്കുന്നുണ്ട്. സ്തോത്രം. ശതാധിപന്റെ കൺട്രോളിലാണ്. പൗലോസ് മാത്രമല്ല, വേറെയും ഒത്തിരി കുറ്റം ചെയ്ത ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇവരെ നോക്കാനായിട്ട് ഒത്തിരി പട്ടാളക്കാരുമുണ്ട്. അപ്പോൾ അതിൻ്റെ ശതാധിപൻ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾ പിന്നീട് നോക്കുമ്പോൾ 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു, ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ
ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. കണ്ടു, ഈ ദ്വീപിലേക്ക് പൗലോസ് ചെന്നു കഴിഞ്ഞപ്പോൾ ആ ദ്വീപിനകത്ത് ദൈവം അവിടെ ചില കാര്യങ്ങൾ ചെയ്തു. കാരണം ദ്വീപിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുത്തു വിറച്ച് ഇതിനകത്ത് ഈ പൗലോസിനെ രക്ഷിക്കാനായിട്ട് ശതാധിപൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്നങ്ങ് വായിച്ചങ്ങ് പോവുകയാണ്, കാരണം സമയം ചുരുക്കമാണല്ലോ. പൗലോസിനെ കൊല്ലാനായിട്ട് പടയാളികൾ ശ്രമിച്ചപ്പോൾ ശതാധിപൻ അവരുടെ ആഗ്രഹത്തെ തടഞ്ഞു. ആരെയും കൊല്ലണ്ട, പൗലോസിനെ രക്ഷിക്കണം. അതുകൊണ്ട് എല്ലാവരും നീന്തി രക്ഷപ്പെടാൻ പറഞ്ഞു. നീന്തി തണുത്തു വിറച്ച് ഇവർ വന്നപ്പോഴത്തേക്കും ആ ദ്വീപ് നിവാസികൾ ഇവരോട് അസാധാരണ ദയ കാണിച്ചു. അവിടെ ഒരു വലിയ കുപ്പ ഇട്ടിട്ട് തീ കായാനുള്ള അവസരം കൊടുത്തു. അങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് എന്ത് ചെയ്തു? അവിടെ കിടന്ന വിറകിന്റെ ചുള്ളികളൊക്കെ ഈ തീയിലേക്ക് താനും എടുത്തിട്ട്, കാരണം ഈ ദ്വീപ് നിവാസികൾ ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ലെങ്കിലും അവർ നമ്മളോട് ഇത്രത്തോളം ദയ കാണിക്കില്ല. അപ്പൊ താനും വെറുതെ ഇരുന്ന് കാണണ്ട, തന്നാൽ കഴിയുന്നത് ചെയ്യുക. എത്രത്തോളം ദൈവസ്നേഹം നോക്കണേ. അത് ചെയ്തില്ല. അപ്പൊ തന്നെ ഒരു അണലി പൗലോസിന്റെ കയ്യെ ചുറ്റി പൗലോസിനെ കടിച്ചു. ഈ അണലി കടിച്ചപ്പോൾ ഈ തീ ഇട്ടുകൊണ്ടിരുന്ന ജനങ്ങളെല്ലാവരും കൂടിയിട്ട് പറയണം, അയ്യോ ഇവൻ കൊലപാതകനാണ്, കടലിൽ വെച്ച് നീതിദേവി ഇവനെ കൊല്ലാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവിടെ വെച്ച് അവൻ മരിച്ചില്ല. ഇത്ര കപ്പൽ ഛേദമെല്ലാം ഉണ്ടായിട്ട് അവൻ മരിച്ചില്ല. അവൻ കരയിൽ വന്നപ്പോൾ നമ്മുടെ നീതിദേവി അവനെ വിട്ടില്ല. കണ്ടോ, അവനിപ്പോ ചത്ത് വീർത്ത് വീഴും. അവനിപ്പോ ചത്ത് വീർത്ത് ഇങ്ങനെ ഈ അണലി കടിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവരിപ്പം മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പൗലോസ് ഇതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. ഈ ചുള്ളിയിട്ട കൂട്ടത്തിൽ തൻ്റെ കയ്യിൽ കടിച്ചു പറ്റി കിടക്കുന്ന ഈ അണലിയും തീക്കകത്തേക്ക് ഇട്ടു. പ്രൈസ് ദി ലോർഡ്. പാമ്പുകളെയും തേളുകളെയും അതിന്റെ സകല ബലത്തെയും ദൈവദാസനെ ചവിട്ടുവാൻ കർത്താവ് നിനക്ക് അധികാരം തന്നിരിക്കുക. ഈ 2020 എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരു ദോഷവും നിനക്കൊണ്ടാതെ നിന്നെ സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ സമയം വരെയും ദൈവത്തിന്റെ കൺട്രോളാണ് നീ പോകുന്നത്. ഹല്ലേലൂയ. നിന്റെ മരണം പോലും ദൈവഹിതപ്രകാരമേ നടക്കുകയുള്ളൂ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ നീ നിന്നെ തന്നെ സൂക്ഷിച്ചാൽ മാത്രം മതി. ഇവിടെ നോക്കണേ, ഇപ്പോൾ ഈ ജനങ്ങളെല്ലാം കൂടെ പറയുകയാണ്, അയ്യോ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നേക്കുന്ന ആള് സാധാരണക്കാരനല്ല, ദേവനാണ്. ദേവൻ, ദേവിയേക്കാളും വലിയ ആളാണല്ലോ ദേവൻ. ദേവനാണെന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ ബഹുമാനിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ദ്വീപിലേക്ക് അവർ ചെല്ലുന്നത്. ഈ ദ്വീപില് അതാണ് നമ്മൾ വായിച്ചത് 27-ാം വാക്യം, 27 മുതൽ. ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പിലായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്തിയെന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. കണ്ടോ, ഇവിടെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുക. ഹല്ലേലൂയ. പിതാവായ ദൈവത്തോട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുവാൻ അപേക്ഷിച്ചപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുക. ദ്വീപ് പ്രമാണിയുടെ പിതാവിന്, പുബ്ലിയോസിന്റെ പിതാവിന് അത്ഭുത സൗഖ്യം വരിക. ഇന്നത്തെ കണക്ക് ആശുപത്രിയോ ഡോക്ടർമാരോ ഒന്നും അന്നില്ലല്ലോ. എന്നാൽ കർത്താവിന്റെ ജനമേ, ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നീ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം ഇത് കേൾക്കുന്നത്. ഇവിടെ നിന്നെ സൗഖ്യമാക്കാൻ കർത്താവിന്റെ കര കുറുകിപ്പോയിട്ടില്ല, കണ്ണ് മങ്ങിപ്പോയിട്ടില്ല. ഇന്നും അവൻ പ്രവർത്തിക്കുവാൻ ശക്തനാണ്. യേശുവിനെ അറിയാത്ത ഒരു ജാതീയനായിരിക്കുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുവാൻ പൗലോസിനോട് വിട്ടെന്ന് മാത്രമല്ല, അവിടെ അനേകര് അവിടെ കൂടി വന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. കണ്ടോ, അനേകര് പിന്നെയും വലിയ സൗഖ്യം പ്രാപിക്കാൻ. എങ്ങനെയാ സൗഖ്യം കൊടുക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് കാണുമ്പോൾ ദൈവമക്കളെ, ഏതെങ്കിലും രോഗത്താൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പുതുവർഷത്തിൽ നിങ്ങളെ സൗഖ്യമാക്കുന്ന യേശു നിങ്ങളുടെ സമീപമുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇവിടെ ഇതാ പ്രത്യക്ഷത്തിൽ അത്ഭുതം പ്രവൃത്തി അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ
കേൾക്കുമ്പോൾ അനേകർ കടന്നു വന്ന് സൗഖ്യം പ്രാപിക്കുക. ഇത് കേൾക്കുന്നവർ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് വിശ്വാസമുണ്ടോ? ഒരു പക്ഷെ നീ ടെലിവിഷനിലൂടെ എന്നെ മാത്രമേ കാണുന്നുള്ളൂ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, അറിയത്തില്ല. പക്ഷെ നിങ്ങളെ അറിയുന്ന, നിങ്ങളെ കാണുന്ന ഒരു ദൈവം നിങ്ങളുടെ അടുത്തുണ്ട്. അതാണ് സർവശക്തനായ ദൈവം, അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന് കഴിയാത്ത ഒരു കാര്യമില്ല. ആ യേശുക്രിസ്തു നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അനേക രോഗികളെ സൗഖ്യമാക്കുന്നതല്ല, മരിച്ചവരെ പോലെ ഉയർപ്പിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ്, ജീവനോടെ നമ്മുടെ നടുവിലുണ്ട്. അവൻ അദൃശ്യനായിട്ടുള്ള ദൈവമാണ്. ആ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ലോകക്കാർ പറയുന്ന കഥകളും കെട്ടുകഥകളും അല്ല, ദൈവശക്തിയാണ്. ഈ ടെലിവിഷനിലൂടെ, ഇത് നിങ്ങൾ ഒരുപക്ഷെ മൊബൈലിലൂടെ, ടെലിവിഷനിലൂടെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഈ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. നിങ്ങളുടെ രോഗം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കുന്നുവെങ്കിൽ, കർത്താവ് സൗഖ്യമാകുന്ന ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, അത്ഭുത സൗഖ്യം ദൈവം നിങ്ങൾക്ക് നൽകി തരും. ദൈവത്തിന് സ്തോത്രം. സൗഖ്യം നൽകുക മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനും സൗഖ്യമുണ്ട്. നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളുടെ ആത്മാവിനെ നേടുവാൻ, കർത്താവായ യേശുവിനെ ശരിയാവണ്ണം അറിയുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സൗഖ്യം തരുന്നുള്ള കാര്യം മറന്നു പോലും. എനിക്കറിയാവുന്ന പലരുമുണ്ട്, ക്യാൻസർ ബാധിച്ച ആൾക്കാർ സൗഖ്യം പ്രാപിച്ചിട്ട് ഇന്നും കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ വിശ്വസത്തോടെ ജീവിക്കുന്ന പല ദൈവമക്കളുണ്ട്. സ്തോത്രം. വിദേശത്തുമുണ്ട്, നാട്ടിലുമുണ്ട്. എന്നാൽ ദൈവത്തിന് നന്ദി കൊടുക്കാത്ത പലരും ഉണ്ട്, അതും എനിക്കറിയാം. കുഷ്ഠരോഗി 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. 9 പേരും തങ്ങളുടെ തോന്നിച്ചതുപോലെ പോയി. ഒരാൾ കടന്നു വന്ന് മടങ്ങി വന്ന് കർത്താവിന് മഹത്വം കൊടുത്തു, നന്ദി കാണിച്ചു. ഇതുപോലെ നന്ദി കാണിക്കുന്നവരുമുണ്ട്, നന്ദികേട് കാണിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇവിടെ ഈ ദ്വീപിലുള്ള ആൾക്കാരെല്ലാവരും വളരെ നന്ദി കാണിക്കുന്നവരാണ്. കാരണം ഇപ്പോൾ 276 പേര് പൗലോസ് ഉൾപ്പെടെ ഈ കപ്പലിനകത്തുണ്ട്. അതിൽ 275 പേരെയും, ശതാധിപൻ ഉൾപ്പെടെ 275 പേരെയും പൗലോസിന്റെ കയ്യിലേക്ക് ദൈവം കൊടുത്തതാ. ഒരു സമയത്ത് പൗലോസിന്റെ വാക്ക് കേൾക്കാതെ അതിനെ അവഗണിച്ചെങ്കിൽ ഇപ്പോൾ പൗലോസ് എന്ത് പറയുന്നു അത് കേൾക്കാൻ വേണ്ടി ജനങ്ങൾ നിൽക്കുക. കാരണം പൗലോസ് പ്രവാചകനാണ്, പ്രവചിച്ച് കാര്യങ്ങൾ പറയുന്നവനാണ്, ദൈവശക്തി അവൻ്റെ മേലുള്ളവനാണ്. അവൻ കാശ് മേടിച്ച് പ്രവചിക്കുന്നവനല്ല. ഇന്ന് അനേക ആൾക്കാർ കാശിന് വേണ്ടി പ്രവചിക്കുന്നവരുണ്ട്, കള്ളപ്രവചനം നടത്തുന്നവരുണ്ട്, സ്വന്തം ബുദ്ധി എന്ന് പറയുന്നവരുണ്ട്. അതല്ല പ്രവചനം എന്ന് പറയുന്നത്. പറഞ്ഞ് നടക്കണം. പറഞ്ഞ് നടക്കുമ്പോൾ അതിൽ നിന്ന് പ്രതിഫലം പറ്റുന്ന സ്വഭാവത്തിലല്ല, അത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഉള്ളിലേക്ക് ഏലീശ പ്രവാചകൻ കടന്നു വരിക. അവൻ്റെ മുമ്പിൽ പൊന്നും വെള്ളിയൊക്കെ കൊണ്ട് കാണിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഒന്നും വേണ്ട. അന്നൊരു ബുദ്ധിമുട്ടുണ്ട്, തൻ്റെ ശിഷ്യന്മാർ വരെ പട്ടിണിയും പ്രയാസത്തില്ല, പക്ഷേ മേടിച്ചില്ല. കാരണം ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്, ഇസ്രായേലിൽ മാത്രമേ ദൈവമുള്ളൂ, ജീവനുള്ള ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളെന്ന് ഈ നയമാൻ കുഷ്ഠരോഗി അറിയണമെങ്കിൽ അവൻ്റെ പൊന്നും വെള്ളിയും ഒന്നും ഈ പ്രവാചകനായിരിക്കുന്ന ഏലീശ വാങ്ങിച്ചില്ല. ഇന്ന് പൊന്നും വെള്ളിയും കൊടുക്കുന്ന പണം കാണുമ്പോൾ വാക്ക് മാറ്റി പറയുവാനും കണ്ണ് മങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ യേശുവായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ക്രൈസ്തവരോ, കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ പോലെ തന്നെ ജീവിക്കണം. ഇവിടെ പൗലോസ് ധൈര്യത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്ന് പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ പോലെ നിൽക്കുന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളെ അനുകരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കപ്പലിലുള്ള ആൾക്കാർ മുഴുവനും പൗലോസ് പറയുന്നത് കേൾക്കുന്നത്. ഇവിടെ ദ്വീപിൽ വന്നു കഴിഞ്ഞപ്പോൾ ദ്വീപ് നിവാസികളും പൗലോസിന്റെ അടുക്കലാണ് കടന്നു വരുന്നത്. കണ്ടോ, ഹല്ലേലൂയ. ഇവരുടെ ചരക്കുകളെല്ലാം കപ്പലിനകത്ത് ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇവര് ഊടുതുണിക്കും മറുതുണി ഇല്ലാണ്ട് കപ്പലിൽ നിന്നും ചാടി രക്ഷപ്പെട്ട് കരയിൽ വന്നവരാ. ഉടുത്തിരിക്കുന്ന വസ്ത്രമല്ലാതെ അവർക്കൊന്നുമില്ല. എന്നാൽ അതിനകത്ത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന, ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം യാത്ര ചെയ്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു ദൈവഭൃത്യൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ ആ ദ്വീപിൽ നിന്നും അവർക്ക് മടക്കി കിട്ടുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ദൈവത്തെ അനുസരിച്ച് വിശുദ്ധിയോടും വേർപാടോടും വിശ്വസ്തയോടും ഏക ലക്ഷ്യത്തെ, അഥവാ കർത്താവിന്റെ നാമം ഒന്ന് മാത്രമാണ് മഹത്വം, അതിനുവേണ്ടി മാത്രമാണ് നീ ജീവിക്കുക. ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം നീ ജീവിക്കുകയാണെങ്കിൽ നിന്നിലൂടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കും, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. ഇവിടെ ഇതാ ദ്വീപിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, പൗലോസ് അവന്റെ അടുക്കലകത്ത് എന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ചു സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ച് അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. കണ്ടോ, കടലിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടതാ, കടലിൽ വെച്ച് സകലതും നഷ്ടപ്പെട്ടതാ. എന്നാൽ ഇതിനകത്ത് ദൈവത്തെ സേവിക്കുന്ന വിശുദ്ധനായ ഒരു ദൈവ പൈതൽ ഉണ്ടായിരുന്നത് കൊണ്ട്
നഷ്ടം നികത്തുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങളുടെ സഭയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന വിശ്വസ്തനായിരിക്കുന്ന ദൈവദാസനുണ്ടെങ്കിൽ, ദൈവമക്കളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാത്രമല്ല പലരുടെയും നഷ്ടങ്ങൾ നികത്തുവാൻ, കഷ്ടങ്ങൾ മാറ്റുവാൻ, രോഗസൗഖ്യം വരുത്തുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും. യെസ്, അതെ, ദൈവത്തിന് നിങ്ങളെ ഈ 2020 ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇവിടെ പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, പൗലോസ് ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കാൻ ആർക്ക് കഴിയും? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവോ, നഗ്നതയോ, വാളോ, ആപത്തോ, ഇതൊന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ കഴിയത്തില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തയോടെ ജീവിച്ച് മുന്നേറുന്നവനാണ് പൗലോസ്. ഹല്ലേലൂയ! ആ പൗലോസിനെ പോലെ ദൈവത്തിൻ്റെ പൈതലെ നമ്മളും ജീവിക്കുകയാണെങ്കിൽ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും നമ്മൾ പ്രയോജനമുള്ളവരായിത്തീരും. ഏതൊരു സാഹചര്യത്തിലെയും ദൈവത്തിൻ്റെ ഹിതപ്രകാരമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നാണ് ഈ വേദഭാഗം നമ്മളെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുകയാണ്. ലോക സംഭവങ്ങളൊക്കെ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് നമ്മളെ കർത്താവ് വരാം. കർത്താവിൻ്റെ വരവ് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾ മറ്റുള്ളവരെ ഏത് വിധത്തിലും ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ തക്കമുള്ള വിശുദ്ധ ജീവിതം നയിക്കുവാൻ തക്കമുള്ള ദൈവമക്കളെ നമുക്കിടയായിത്തീരണം. ഇവിടെ കൈസറിന് മുമ്പിൽ നിൽക്കും എന്ന് ദൈവം തന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിൽ താൻ ഉറച്ചു വിശ്വസിച്ചു. ഹല്ലേലൂയ! ജീവിതത്തിൽ ചില നിന്ദകൾ സഹിക്കേണ്ടി വന്നു. താൻ പറഞ്ഞ വാക്കാരും അനുസരിച്ചില്ല. അതുകൊണ്ട് അനുസരിക്കാഞ്ഞവർക്കാണ് നഷ്ടം വന്നത്. പൗലോസും അവരുടെ കൂടെ കഷ്ടം സഹിക്കേണ്ടി വന്നു. ചിലപ്പോൾ നമ്മുടെ വിശ്വാസികൾ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ സഭയിൽ അത് മൊത്തത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ വരും. എന്നാൽ അതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന, വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവഭൃത്യന്മാരുണ്ടെങ്കിൽ അവരുടെ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ! ഈ നാളുകളിൽ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കാൻ തക്കോണം ദൈവമക്കളെ നമുക്കിടയായിത്തീരട്ടെ. ഹല്ലേലൂയ! ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് റോമാലേഖനം 8:28 നമ്മൾ വായിക്കുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. ഇവിടെ പൗലോസിന്റെ വാക്ക് അനുസരിക്കാതിരുന്നത് കൊണ്ട് ഒരു ദ്വീപിലുള്ള ജനങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായിത്തീർന്നു. ദൈവസ്നേഹം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പൗലോസിന്റെ വാക്ക് കേട്ട് ഇവർ കപ്പൽ നീക്കാതെ അവിടെ താമസിച്ചിരുന്നെങ്കിൽ ഈ കാറ്റിലും കൊള്ളുന്ന അകപ്പെടത്തില്ല, വലിയ നഷ്ടവും കഷ്ടമൊന്നും വരത്തില്ല. പക്ഷെ ഈ ദൈവശക്തിയും ദൈവപ്രവൃത്തിയും കാണുവാൻ കപ്പലിലുള്ളവർക്കും കഴിയത്തില്ല, ദ്വീപുകാർക്കും കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അതെല്ലാം ദൈവഹിതപ്രകാരം ദൈവനാമ മഹത്വനായി തീരുന്നു എന്ന് വിശ്വസിച്ച് മുന്നേറുവാൻ തക്കണം ദൈവം മക്കളെ നമുക്കിടയായി തീരട്ടെ. കഷ്ടത്തിലും കഠിന നഷ്ടത്തിലും തുടരെ, കഷ്ടത്തിലും കഠിന നഷ്ടത്തിലും തുടരെ തുഷ്ടിപ്പെടുത്തി എന്നെ നീ പരമേശ, പാടും നിനക്കു നിത്യവും. പരമേശ, പാടും നിനക്കു നിത്യവും. കെടകറ്റുന്ന മമ നീടാർന്ന നായക, കെടകറ്റുന്ന മമ നീടാർന്ന നായക, പാടും നിനക്കു നിത്യവും. പരമേശ, പാടും നിനക്കു നിത്യവും. സ്നേഹക്കൊടി എനിക്ക് മീതെ വിരിച്ചു പ്രിയൻ, സ്നേഹക്കൊടി എനിക്ക് മീതെ വിരിച്ചു പ്രിയൻ, ഞാനും സുഖേനെ വാഴുന്നു. പരമേശ, പാടും നിനക്കു നിത്യവും. പരമേശ, പാടും നിനക്കു നിത്യവും. ആയവൻ തന്ന ഫലം ആകെ ഭുജിച്ചു മമ, ആയവൻ തന്ന ഫലം ആകെ ഭുജിച്ചു മമ, ജീവൻ സമൃദ്ധിയാകുന്നു. പരമേശ, പാടും നിനക്കു നിത്യവും. പരമേശ, പാടും നിനക്കു നിത്യവും. ദൈവപ്രസാദമെൻ്റെ മുന്നിൽ തിളങ്ങിടുന്നു, ദൈവപ്രസാദമെൻ്റെ മുന്നിൽ തിളങ്ങിടുന്നു, ചൊല്ലാവതല്ല ഭാഗ്യമൻ. പരമേശ, പാടും നിനക്കു നിത്യവും. പരമേശ,
പാടും നിനക്കു നിത്യവും. എന്നുള്ളമാകും മഹാ ദേവാലയത്തിൽ നിന്നും, എന്നുള്ളമാകും മഹാ ദേവാലയത്തിൽ നിന്നും പൊങ്ങും നിനക്കു വന്ദനം പരമേശ. പാടും നിനക്കു നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവം സ്വർഗ്ഗപിതാവേ, ഈ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവ് ഇന്നത്തെ വചനം കേട്ട് അവർ സൗഖ്യമായി എന്നുള്ള വാർത്ത കേൾക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പ്രയാസത്തിൽ, നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും ആയിരിക്കുന്നുവെങ്കിൽ അതിനെല്ലാം ഇന്ന് നികത്തിയ കർത്താവേ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു വ്യത്യാസം വരുവാൻ, ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും കണ്ട് സന്തോഷിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കണം. പരിശുദ്ധ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് ഒരു താമസിച്ചാൽ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു. ഇപ്പോൾ കേട്ട ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ടുന്ന നമ്പർ 9447867059, ലാൻഡ് ലൈൻ 047828799431. ആരാധനാ സമയം ഞായറാഴ്ച രാവിലെ മലയാളം സർവീസ് 9 മണി മുതൽ 11:30 വരെ, ഹിന്ദി സർവീസ് 11:30 മുതൽ 2 മണി വരെ, ഇംഗ്ലീഷ് സർവീസ് വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടുന്ന വിലാസം: പാസ്റ്റർ ബിജു ജോസ്, IPC ബദൽ പ്രയർ സെന്റർ, എരമലൂർ PO, ചേർത്തല. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.